മുറിക്ക് പുറത്തേക്കിറങ്ങിയ ശിവ താഴേക്ക് പോകാൻ കോണിപ്പടിക്കരികിലേക്ക് നടക്കുമ്പോഴാണ് സാവിത്രിയുടെ മുറിയിൽ നിന്നും പാർവതിയുടെയും സാവിത്രിയുടെയും സംസാരം കേൾക്കുന്നത്. പാർവതി പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ടാണ് ശിവ മുറിക്കുള്ളിലേക്ക് കയറുന്നത്. അപ്പോഴേക്കും പാർവതിയും ശിവയെ കണ്ടിരുന്നു. അവൻ അവർക്കടുത്തേക്ക് നടന്നു. പാർവതിയും സാവിത്രിയും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. ശരിയാണ് പാറു, നീ പറഞ്ഞതൊക്കെ. ഞാനൊരു ഭീരു തന്നെയാണ്. മനസ്സ് കല്ലാക്കിയ ഞാൻ അന്ന് ഇവിടെ നിന്ന് പോയത്. എന്റെയും ഇവളുടെയും വേദന മാത്രം നോക്കി ഇവളെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ കഴിയില്ലായിരുന്നു എനിക്ക്. എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ഇവളുടെ അച്ഛനും അമ്മയും, ഒരു സുഹൃത്തിനോ കൂടപ്പറപ്പിനോ അപ്പുറം എന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന ഇവളുടെ ഏട്ടനെയും ചതിച്ചുകൊണ്ട് മറ്റൊരാളുമായി വിവാഹമുറപ്പിച്ച ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതിനുമപ്പുറം എന്റെ കൺമുന്നിൽ വെച്ച് ഇവൾ മറ്റൊരാളുടേതാകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അന്ന് പോകുമ്പോൾ ഇവളോട് പറയാതെ പോയത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഇവളും എൻ്റെ ഒപ്പം വരാൻ വാശി പിടിക്കും. അത് പാടില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇവൾ ഇങ്ങനെയൊന്ന് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ ശിവേട്ടനെ മറന്ന് മറ്റൊരാളുടെ താലിക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കുമെന്ന് ശിവേട്ടൻ കരുതിയല്ലേ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സാവിത്രി ശിവയോട് ചോദിച്ചു. ഞാൻ പോയി കഴിഞ്ഞാൽ എന്നോടുള്ള ദേഷ്യത്തിലെങ്കിലും നീ ഗോവിന്ദനൊപ്പം സുഖമായി ജീവിക്കുമെന്ന് ഞാൻ കരുതിപ്പോയി സാവു. അപ്പോ ശിവേട്ടൻ അത്രയേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ? അങ്ങനെയല്ല സാവു, ഞാൻ അങ്ങനെ കരുതിപ്പോയി. നീ നീ എന്നോട് ക്ഷമിക്കണം, ശിവ സാവിത്രിയോട് അപേക്ഷ എന്നോണം പറഞ്ഞു. സാവിത്രി അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അത്രയും ദയനീയമായി. ഇത്രയൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും എല്ലാവരോടും തുറന്നു പറഞ്ഞൂടെ ശിവേട്ടായെല്ലാം? പാറു ദയനീയമായി അവനോട് ചോദിച്ചു. പറയണം പാറു, ഞാൻ ഇന്ന് തന്നെ സായിയോട് എല്ലാം പറയാൻ പോവുകയാണ്. ഇനിയും അവനോടൊന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. സാവിത്രി ഞെട്ടി ശിവയെ നോക്കി. ശിവേട്ട, അത് വേണോ? ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. എനിക്ക് പേടിയാകുന്നു. എനിക്ക് ഇനിയും സായിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സാവു. അവനെല്ലാം അറിയണം. എന്തു വന്നാലും ഞാൻ ഇന്ന് തന്നെ എല്ലാം അവനോട് പറയും. അതും പറഞ്ഞ് ശിവ താഴേക്ക് പോയി. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാതെ സാവിത്രിയും പാറുവും പരസ്പരം നോക്കി. ഗംഗയെ കാണാൻ അമ്പലമുറ്റത്തെ ആൽത്തറയിൽ ശിവയ്ക്കൊപ്പം ഇരിക്കുകയാണ് സായി. ഷോ, ഇവളിതെവിടെയാ? എത്ര നേരമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? നീ ഒന്ന് സമാധാനിക്ക് എൻ്റെ സായി, അവളിങ്ങ് വരും, ശിവ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ, എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട് എന്നറിയാമോ? അതൊക്കെ പറഞ്ഞാൽ നിനക്കെങ്ങനെ മനസ്സിലാകാനാ? മനുഷ്യന് ഒരു പ്രണയമൊക്കെ വേണം, അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കുവല്ല വേണ്ടത്, സായി ശിവയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അത്രയും നേരം ചിരിയോടെ ഇരുന്ന ശിവയുടെ മുഖം മങ്ങി. അവൻ്റെ കണ്ണുകൾ കലങ്ങി. അത് സായി വ്യക്തമായി കാണുകയും ചെയ്തു. എന്തു പറ്റി ശിവ? എന്താ നിന്റെ കണ്ണ് നിറഞ്ഞേ? സായി ആകുലതയോടെ തിരക്കി. സായി, എനിക്ക് നിന്നോട് ഒരു കാര്യം. റാം, ശിവ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആരുടെയോ വിളികേട്ട് സായി തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. വാലിട്ടെഴുതിയ വലിയ കണ്ണുകളും ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന നുണക്കുഴികളും നീളൻ മുടിയിഴകളും ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമുള്ള ഒരു പെൺകുട്ടി അവരുടെ അരികിലേക്ക് ഓടി വരികയാണ്. ഒരു ധാവണിയാണ് വേഷം. അവൾ ഓടി അവരുടെ അടുത്തെത്തി നിന്ന് കിതച്ചു. എൻ്റെ ഗംഗേ, നിനക്ക് ഒന്ന് പയ്യെ വന്നാലെന്താ? എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? സായി ഒരു ചിരിയോടെ അവളോട് തിരക്കി. ഓ, ഇപ്പോൾ ഞാൻ ഓടിയതാ കുറ്റം. നിങ്ങൾക്കത് പറയാം. അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും കണ്ണിൽ പെടുന്നതിന് മുന്നേ തിരിച്ചു പോകാനുള്ളതാ എനിക്ക്. ഓ പിന്നെ, നിന്റെ തന്തയും ചേട്ടന്മാരും കണ്ട എന്നെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റില്ലേ? സായി ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു. ഉവ്വ്, അവര് കണ്ട നിങ്ങൾക്കൊന്നും പറ്റില്ലായിരിക്കും. എൻ്റെ കൈയും കാലും തല്ലി ഓടിക്കും എന്നാ ഗോവിന്ദേട്ടൻ പറഞ്ഞിരിക്കണേ. ഓ, അവ അങ്ങനെയും പറഞ്ഞോ? സായി ദേഷ്യം കടിച്ചമർത്തി ഗംഗയോട് ചോദിച്ചു. എന്താ സായി, എന്താ ഇതൊക്കെ? ഇവരുടെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാകാതെ ഇരുന്ന ശിവ ഇടയിൽ കയറി ചോദിച്ചു. ആ, അത് ഞാൻ പറയാൻ വിട്ടുപോയി ശിവ. അന്ന് കല്യാണം മുടങ്ങിയത് പിന്നെ നന്ദൻ അങ്ങളിന് അച്ഛനോട് വല്ലാത്ത പക പോലെയാ. ഗോവിന്ദിനും മറിച്ചല്ല. ഗോവിന്ദിന് സാവിത്രിയെ വലിയ ഇഷ്ടമായിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്നും മറ്റൊരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞപ്പോൾ അവനത് കൊണ്ടു. കല്യാണം വേണ്ടെന്ന് വെച്ചെങ്കിലും അവർക്ക് എന്നോടും അച്ഛനോടും ഒക്കെ പകയായി. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നാട് നീളെ കല്യാണവും വിളിച്ചിട്ട് അവസാന നിമിഷം നടക്കില്ലെന്ന് പറഞ്ഞ് ആർക്കാ ദേഷ്യം വരാത്തേ? അതിൻ്റെ ബാക്കിയായി നന്ദൻ അങ്കിളും ഗോവിന്ദനുമൊക്കെ നമ്മുടെ കമ്പനി പാർട്ണർഷിപ്പിൽ നിന്ന് പിന്മാറി അവർ പുതിയ ബിസിനസ് തുടങ്ങി. ഇവളെ എനിക്ക് തരില്ലെന്നായി. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ആവുന്നത്രയും ചെയ്തു. പക്ഷേ എനിക്ക് ഇവളെയോ ഇവൾക്ക് എന്നെയോ പിരിയാൻ ഈ ജന്മം കഴിയില്ല. ഇനി എന്ത് വന്നിട്ടായാലും ശരി, ഞാൻ ഇവളെ സ്വന്തമാക്കിയിരിക്കും, സായി ഗംഗയെ ചേർത്ത് നിർത്തി ശിവയോടായി പറഞ്ഞു. ഗംഗ അവനെ നോക്കി പുഞ്ചിരിച്ചു. ശിവ തിരികെയും. എന്നാലും എൻ്റെ ശിവേട്ടാ, നിങ്ങൾ എന്തൊരു പോക്കാ പോയത്? ഒരു വാക്ക് പറയായിരുന്നില്ലേ? റാം വല്ലാതെ വിഷമിച്ചിരുന്നു ശിവേട്ടൻ പോയപ്പോൾ. ഗംഗ പരിഭവത്തോട് ശിവയോട് പറഞ്ഞു.
ശിവ പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ല ശിവ, നീ എന്നോട് എന്തോ പറയാൻ തുടങ്ങിയതാണല്ലോ. എന്താ നീ പറയാൻ വന്നേ? സായി പെട്ടെന്ന് ഓർത്തതുപോലെ ശിവയോട് ചോദിച്ചു. അത് സായി, എനിക്ക് എന്താണെന്ന് വെച്ചാ നീ പറയും. എന്ത് പറയണമെന്ന് അറിയാതെ ശിവ കുഴഞ്ഞു. പറയാൻ തന്നെയാണ് അവനോടൊപ്പം വന്നത്. പക്ഷേ ഇപ്പൊ ഒന്നിനും കഴിയുന്നില്ലല്ലോ ഈശ്വര. താൻ കാരണം ഇത്രയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുന്തോറും ശിവയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. എന്താണെന്ന് വെച്ചാ പറയ് ശിവ, നീ എന്താ ഈ ആലോചിക്കുന്നേ? സായിയുടെ ചോദ്യം കേട്ട് രണ്ടും കൽപ്പിച്ച് ശിവ എല്ലാം അവനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. സായി, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു. നിന്നോട് മാത്രമല്ല, എല്ലാവരോടും. സായിയും ഗംഗയും സംശയത്തോടെ മുഖാമുഖം നോക്കി. സാവിത്രി പറഞ്ഞയാൾ, അവൾ സ്നേഹിക്കുന്നയാൾ, അത് ഞാനാണ്. ഞാനും സാവിത്രിയും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലാണ്. എല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് പലതവണ കരുതിയതാണ്. പക്ഷേ അതിനുള്ള ധൈര്യമുണ്ടായില്ല. പെങ്ങളായി കാണേണ്ടവളെ സ്നേഹിച്ചവനാണ് ഞാൻ. പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ആണെന്ന് അറിയാമായിരുന്നിട്ടും ചെയ്തുപോയി. എല്ലാം വീട്ടിൽ പറയുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അച്ഛനും അമ്മയും ഒരുപാട് ശാസിച്ചു, തല്ലി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോഴെങ്കിലും നിന്നോട് പറയാമെന്ന് കരുതി. പക്ഷേ ഞാനപ്പോൾ എല്ലാം പറഞ്ഞാൽ നീ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് കരുതിപ്പോയി. നിന്നോടോ എന്നെ ജീവന് തുല്യം സ്നേഹിച്ച സാവിത്രിയോടോ ഒരു വാക്ക് പറയാതെ ഞാൻ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി. എന്നോടുള്ള വെറുപ്പ് കൊണ്ടെങ്കിലും സാവിത്രി എല്ലാം മറന്ന് ഗോവിന്ദനൊപ്പം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. അവിടെയും അവൾ എന്നെ തോൽപ്പിച്ചു. ഈ കഴിഞ്ഞ 1 വർഷമായി എന്നെ മാത്രം മനസ്സിൽ കൊണ്ട് അവൾ ജീവിച്ചു. എന്നോട് പൊറുക്കണം സായി. ക്ഷമ ചോദിക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്കിനി കഴിയില്ല. എന്നോട് പൊറുക്കണം. ശിവ കരഞ്ഞുകൊണ്ട് സായിയുടെ മുന്നിൽ കൈകൾ കൂപ്പി. മുഖമടച്ചൊരു അടിയായിരുന്നു അതിനുള്ള സായിയുടെ മറുപടി. അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി, കോപത്താൽ ജ്വലിച്ചു. അറിയാമായിരുന്നു ശിവ എല്ലാം. നിനക്കും സാവിത്രിക്കും ഒഴിച്ച് മറ്റെല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. സാവിത്രി ഗോവിന്ദനോട് പറഞ്ഞതെല്ലാം എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവളുടെ സ്വന്തം ഏട്ടനായ എന്നോട് അവൾ പറഞ്ഞില്ല ഒന്നും. കൂടപ്പറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ച നീയും എന്നെ മറന്നു. എന്നെ ഒരു അന്യനായി കണ്ടു. സായി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് ശിവയ്ക്ക് നേരെ ചീറി. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ശിവ അപ്പോഴും. ഗോവിന്ദ് അന്ന് തന്നെ എല്ലാവരോടും എല്ലാം പറഞ്ഞിരുന്നു. അവളുടെ മനസ്സിലുള്ളത് നീയാണെന്നും നിന്നെയാണവൾ പ്രണയിക്കുന്നതെന്നും. അങ്ങനെയല്ല. നിന്നെ തിരക്കി മാധവമാമയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്നും അറിഞ്ഞു. നീ അവിടെ പറഞ്ഞതൊക്കെ. അവസാന നിമിഷം വരെ എന്തിനു കാത്തിരുന്നു ശിവ നീ? അതിനു മുൻപ് എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നടത്തി തരില്ലായിരുന്നോ നിങ്ങളുടെ വിവാഹം? എൻ്റെ പെങ്ങളെ നിനക്ക് തരുന്നതിൽ എനിക്ക് മറ്റാരെക്കാളും സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. അത് കേട്ടതും ശിവ ഞെട്ടലോടെ സായിയെ തലയുയർത്തി നോക്കി. എന്നെ ഇത്രയ്ക്ക് പോലും മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ ശിവ. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിന്റെയും സാവിത്രിയുടെയും മനസ്സിലുള്ള പ്രണയം മറ്റൊരാൾ പറഞ്ഞ് അറിയേണ്ടി വന്നു എനിക്ക്. ആദ്യം ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയത് എങ്കിലും പറഞ്ഞു തീരുമ്പോഴേക്കും സായിയുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം എല്ലാം. കല്യാണം മുടങ്ങിയെന്ന് അറിയുമ്പോഴെങ്കിലും സാവിത്രി എല്ലാം തുറന്നു പറയും എന്ന് കരുതി ഞങ്ങൾ. അപ്പോഴും അവൾ മൗനം പാലിച്ചു. ചോദിച്ചാലോ തല്ലിയാലോ പറയുമെന്ന് കരുതി. അപ്പോഴും അവൾ അതേ മൗനത്തിലൂടെ ഞങ്ങളെ തോൽപ്പിച്ചു. നീയും ആരോടും പറയാതെ എങ്ങോട്ടോ ഓടിപ്പോയി. നീ ഓരോ തവണ വിളിക്കുമ്പോഴും നിന്നോടും ഞാൻ ചോദിച്ചിരുന്നു പലവട്ടം. സാവിത്രിയുടെ പോലെ അതേ മൗനം തന്നെ നീയും കൂട്ടുപിടിച്ചു. അവളുടെ കാര്യങ്ങളോ വിവാഹത്തെ പറ്റിയോ ഒരു തവണ പോലും നീ എന്നോട് ചോദിച്ചില്ല. എവിടെയാണെന്നോ ആരുടെ ഒപ്പമാണെന്നോ നീ പറഞ്ഞില്ല. അവിടെയും നീ എന്നെ അന്യനായി കണ്ടു. വീട്ടിൽ വച്ച് സാവിത്രിയെ കാണുമ്പോഴെങ്കിലും നീയോ അവളോ എല്ലാം തുറന്നു പറയുമെന്ന് കരുതിയ നിന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിയത്. എന്നിട്ടും ഇത്ര നേരം വേണ്ടി വന്നു നിനക്ക് എല്ലാം എന്നോട് പറയാൻ. നിങ്ങളുടെ മൗനം കാരണം അച്ഛന് സ്വന്തം സുഹൃത്തിനെ നഷ്ടമായി. എനിക്ക് എൻ്റെ പെണ്ണിനെ പോലും നഷ്ടമാകും എന്ന അവസ്ഥയിലുമായി. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ നിനക്ക്. ഇനിയും എൻ്റെ സഹായം നിനക്ക് ആവശ്യമില്ലായിരിക്കുമല്ലോ. ഞാൻ നിന്നെ കൂടപ്പറപ്പായി കണ്ടു. പക്ഷേ നീ എന്നെ എന്നും ഒരു അന്യനായി മാത്രമേ കണ്ടിട്ടുള്ളൂ. സായി കണ്ണുകൾ നിറച്ച് വേദനയോടെ ശിവയോട് പറഞ്ഞു. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നായപ്പോൾ ശിവ ഒരു തേങ്ങലോടെ സായിയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നീട് സായിയുടെ കൈകളും അവനെ ചേർത്ത് പിടിച്ചു. സായിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ക്ഷമിക്ക് സായി എന്നോട്. എനിക്കറിയില്ലായിരുന്നു ഒന്നും. എല്ലാം പറഞ്ഞാൽ എല്ലാവരും എന്നെ വെറുക്കുമെന്ന് ഞാൻ കരുതിപ്പോയി. നീയും എന്നെ തള്ളിപ്പറയുമെന്ന് വിശ്വസിച്ചു പോയി. എന്നോട് ക്ഷമിക്കടാ. ശിവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സായിയോട് കേണു. എല്ലാം കണ്ട് കണ്ണു നിറച്ചു നിൽക്കുകയാണ് ഗംഗ. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ സമാധാനിപ്പിക്കണമെന്നോ അവൾക്കറിയില്ലായിരുന്നു. ശിവ, കരയാതെ കണ്ണ് തുടയ്ക്ക്. സായി ബലമായി ശിവയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശിവ കണ്ണുകൾ അമർത്തി തുടച്ച് സായിയെ നോക്കി. എന്നോട് ക്ഷമിച്ചൂടെ സായി? ശിവ അപേക്ഷ എന്നോണം സായിയോട് ചോദിച്ചു. ക്ഷമിച്ചു ശിവ. അന്ന് തന്നെ എല്ലാം ക്ഷമിച്ചിരുന്നു.
വേദന മാത്രമേ ഉള്ളൂ. എന്നോടോ അച്ഛനോടോ ആരോടെങ്കിലും ഒരു വാക്ക് പറയാത്തതിൻ്റെ വേദന. സാവിത്രിയെ ഗോവിന്ദിന് കൊടുക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം നിനക്ക് തരുന്നതിൽ തന്നെയാ. സാവിത്രിയെ നിനക്ക് തരാൻ വേണ്ടി ഞാനും അച്ഛനും കൂടി അവരെ ചതിച്ചതാണെന്ന നന്ദനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഞങ്ങളോട് ശത്രുത. ആ, അതൊക്കെ പോട്ടെ. എന്നത്തേക്കാ കല്യാണ തീയതി എടുക്കേണ്ടത്? സായി ഒരു കള്ളച്ചിരിയോടെ ശിവയോട് ചോദിച്ചു. ശിവ കണ്ണ് മിഴിച്ചു നോക്കുകയാണ് സായിയെ. നീ ഇങ്ങനെ മിഴിച്ചു നോക്കണ്ട. നീ എന്ന് എല്ലാം തുറന്നു പറയുന്നു അന്ന് തന്നെ സാവിത്രിയെ നിനക്ക് തരാൻ തീരുമാനിച്ചതാണ് ഞങ്ങൾ. അതിനിനി ഒരു മാറ്റവുമില്ല. ഞാൻ തിരികെ വന്നില്ലായിരുന്നെങ്കിലോ സായി? നിറകണ്ണുകളോടെ ശിവ സായിയോട് തിരക്കി. നീ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ശിവ. സായി ഒട്ടും ആലോചിക്കാതെ ഉറപ്പോടെ പറഞ്ഞു. ശിവ അവനെ നോക്കി പുഞ്ചിരിച്ചു. അതെ, നിങ്ങളുടെ സെന്റിയടി സീനൊക്കെ കഴിഞ്ഞെങ്കിൽ എന്നെ കൂടി ഒന്ന് പരിഗണിക്കാം കേട്ടോ. എല്ലാം കണ്ടുനിന്ന ഗംഗ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഇതുവരെ പോയില്ലേ? സായി തിരിഞ്ഞു നോക്കി ഗംഗയോട് ചോദിച്ചു. ആ, ഇത് നല്ല കൂത്ത്. തന്നെയൊക്കെ കാണാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോവാ എന്നും പറഞ്ഞ് ഗംഗ ചവിട്ടിക്കുലുക്കി തിരിഞ്ഞു നടന്നു. ഗംഗ നിൽക്ക്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതിന് നീ ഇങ്ങനെ പിണങ്ങിപ്പോയാൽ എങ്ങനെയാ? പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ സായി ഗംഗയുടെ പുറകെ ഓടാൻ തുടങ്ങി. ശിവ അത് കണ്ട് ചിരിക്കാൻ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ സായിൽ തന്നെ കണ്ണുകൾ നട്ടിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇന്നാണ് ശിവയുടെയും സാവിത്രിയുടെയും വിവാഹം. അവരുടെ മാത്രമല്ല, സായിയുടെയും ഗംഗയുടെയും വിവാഹം ഇന്ന് തന്നെയാണ്. അന്ന് തന്നെ സായിയും ശിവയും കൂടി വീട്ടിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിരുന്നു. സാവിത്രിക്കൊഴികെ മറ്റെല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നതുകൊണ്ട് കല്യാണവും മറ്റു കാര്യങ്ങളും ഉടൻ തന്നെ തീരുമാനിച്ചു. ശിവയുടെ അച്ഛനും അമ്മയും തറവാട്ടിലേക്ക് വന്ന് അവനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവർക്കും സന്തോഷം മാത്രം. ശിവയും സാവിത്രിയുമായുള്ള കല്യാണം ഉറപ്പിച്ചത് നന്ദഗോപനും മക്കളും അറിഞ്ഞു. അവരുടെ ഉള്ളിൽ ദേവനാരായണനോടും കുടുംബത്തോടുമുള്ള പക ആളിക്കത്തി. അതിന്റെ ഫലമെന്നോണം അവർ ഗംഗയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. അതും നന്ദഗോപന്റെ സഹോദരീ പുത്രൻ രാജേഷുമായി. കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഗംഗ വാശി കാട്ടിയെങ്കിലും അവിടെ ഉള്ളവർ അത് കണ്ടില്ലെന്ന് നടിച്ചു. വേറെ വഴിയില്ലാതായപ്പോൾ സാവിത്രിയുടെയും ശിവയുടെയും വിവാഹത്തിന്റെ തലേ ദിവസം ഗംഗ സായിയോടൊപ്പം ഇറങ്ങിപ്പോന്നു. ദേവനാരായണന്റെ അറിവോടുകൂടി തന്നെയാണ് സായി ഗംഗയെ ഒപ്പം കൂട്ടിയത്. അതിന് സഹായിച്ചത് ഗംഗയുടെ രണ്ടാമത്തെ സഹോദരൻ ഗണേശും. നന്ദഗോപന്റെയോ ഗോവിന്ദിന്റെയോ പോലെ പകയോ വിദ്വേഷമോ ഒന്നും ഗണേശിനും സായിയോടും കുടുംബത്തിനോടും ഉണ്ടായിരുന്നില്ല. പെങ്ങളുടെ സന്തോഷം തന്നെയായിരുന്നു ആ കൂടപ്പറപ്പിന് വലുത്. ഗംഗയെ വീട്ടിൽ അധികനാൾ നിർത്താൻ കഴിയാത്തത് കൊണ്ട് സാവിത്രിയോടൊപ്പം സായിയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു. അവരുടെ കല്യാണ ദിവസം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി സായിയുടെയും വിവാഹം ഉറപ്പിച്ചു. അങ്ങനെ ശിവ സാവിത്രിയുടെ കഴുത്തിലും സായി ഗംഗയുടെ കഴുത്തിലും താലി ചാർത്തി തന്റെ പ്രണയിനികളെ സ്വന്തമാക്കി. കല്യാണം മുടക്കാൻ നന്ദഗോപനും മക്കളും പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ഒന്നും തന്നെ നടക്കാത്ത സമാധാനത്തിലാണ് എല്ലാവരും. നീണ്ട 8 വർഷങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു. ഒരു ഞായറാഴ്ച ദിവസം എല്ലാവരും കയ്പമംഗലം തറവാട്ടിൽ ഒത്തുകൂടി. ഇന്ന് സായിയുടെയും ഗംഗയുടെയും മകൻ ദത്തൻ ദേവിന്റെയും ശിവയുടെയും സാവിത്രിയുടെയും മകൻ ശ്രീദേവിന്റെയും 7ാം പിറന്നാളാണ്. ഒരേ ദിവസം തന്നെ എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് ജനിച്ച അവരുടെ പൊന്നോമന മക്കൾ. സായിയുടെയും ശിവയുടെയും സൗഹൃദം പോലെ തന്നെ ആരാലും അറുത്തുമാറ്റപ്പെടാത്ത സൗഹൃദം തന്നെയാണ് ദത്തന്റെയും ശ്രീദേവിന്റെയും. ദത്തന് എന്തിനും ഏതിനും അവന്റെ ദേവൻ തന്നെ വേണം. അതുപോലെ തന്നെ ശ്രീദേവിന് അവന്റെ പ്രിയപ്പെട്ട കണ്ണനെയും. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് എല്ലാവരും കേൾക്കുന്നത്. ആരാണെന്ന് നോക്കാനായി കൗസല്യ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ പാർവതി ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചിരുന്നു. ആ, നീ ആയിരുന്നോ? എന്താ കുട്ടി വൈകിയത്? എത്ര നേരമായി നീ വരാൻ വേണ്ടി കാത്തു നിൽക്കാണെന്ന് അറിയോ? ദേ, നിന്നെ കാണാഞ്ഞിട്ടിപ്പോൾ കേക്ക് മുറിക്കാൻ തുടങ്ങായിരുന്നു. എങ്ങനെ വരാനാ അമ്മായി? ഇവളൊന്ന് ഒരുങ്ങി ഇറങ്ങണ്ടേ? പിറകിൽ നിന്ന് പാർവതിയുടെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞ് ഒരാൾ അകത്തേക്ക് കയറി. ആ, ഇവളെ അവിടെ നിർത്തിയിട്ട് നിനക്ക് കുഞ്ഞിനെയും കൂട്ടി ഇങ്ങ് പോന്നൂടായിരുന്നോ എൻ്റെ മഹി? ശിവ പാർവതിയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ ശിവേട്ടാ, വേണ്ടാട്ടോ. പാറു ശിവയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും ഈ പാർവച്ചി ഇങ്ങനെയാ. കണ്ണാടി കണ്ടാൽ പിന്നെ പരിസരബോധം ഉണ്ടാവില്ല. പവി അതിനെ ഏറ്റുപിടിച്ചു. ഡി നിർത്തിക്കോ നീ. സായിയേട്ടാ, ഇവളെ കെട്ടിച്ചു വിടാറായില്ലേ? അവളുടെ ഒരു പഠിത്തം. +2 കഴിഞ്ഞ് പഠിക്കാൻ പോവില്ലെന്ന് പറഞ്ഞ പെണ്ണ ഇപ്പൊ പഠിച്ചിട്ടും മതിയാവാതെ നടക്കുന്നേ. പാർവതി പവിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് സായിയോടായി പറഞ്ഞു. എന്റെ പാറു, നീ വന്നപാടെ നിന്ന് കാവടി തുള്ളാതെ മോനെയും കൂട്ടി അകത്തേക്ക് വാ. ദേവയാനി ശാസനയോടെ പാർവതിയോട് പറഞ്ഞു. കുഞ്ഞിനെ എങ്ങതാ മോനെ. മഹിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് കൗസല്യ പറഞ്ഞു. ഇത് മഹാദേവ്, എല്ലാവരുടെയും മഹി, പാർവതിയുടെ ഭർത്താവ്. പാർവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അവർക്ക് ഒരു മോളാണ്, നിവേദ്യ. എല്ലാവരുടെയും നിവി.
നിവിന് ഇപ്പോൾ 3 വയസ്സായി. പവി ഇപ്പോഴും കല്യാണം വേണ്ട എന്നും പറഞ്ഞ് പഠിത്തമാണ്. പഠിക്കേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നവൾ ഇപ്പോൾ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങി. പാർവതി അകത്തേക്ക് കയറി നേരെ സാവിത്രിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തോളിലായി ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തു. അയ്യോടെ ധനിക്കുട്ടി, ഉറക്കമായോ? അവൾ കൊഞ്ചിക്കൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി ചോദിച്ചു. ആ, ഇപ്പം മയങ്ങിട്ടേ ഉള്ളൂ, സാവിത്രി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇത് സാവിത്രിയുടെയും ശിവയുടെയും രണ്ടാമത്തെ മകൾ ശ്രീധന്യ, എല്ലാവരുടെയും പ്രിയപ്പെട്ട ധനിമോൾ. ഇപ്പോൾ 1 വയസ്സായി. പാർവതി കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞ് ഗംഗയുടെ അടുത്തേക്ക് നടന്നു. ഗംഗേ, സുഖമല്ലേ നിനക്ക്? ഗംഗയുടെ വീർത്ത വയറിലേക്ക് കൈകൾ ചേർത്ത് പാർവതി സന്തോഷത്തോടെ ചോദിച്ചു. ആ, സുഖമായിരിക്കുന്നു. നീ ഇങ്ങോട്ട് ഒന്നും വരാറേ ഇല്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോഴല്ലേ നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മ വരൂ, ഗംഗ പരിഭവത്തോടെ പാർവതിയോട് പറഞ്ഞു. എൻ്റെ ഗംഗേ, നിനക്കറിയില്ലേ മഹിയേട്ടൻ്റെ തിരക്ക്? മഹിയേട്ടൻ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ വരണേ? അതുകൊണ്ടല്ലേ. നീ പിണങ്ങല്ലേ, പാർവതി ദയനീയമായി പറഞ്ഞു. ശരി ശരി, ഗംഗ പാർവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മതി എല്ലാവരും വർത്താനം പറഞ്ഞത്, ഇനി കേക്ക് മുറിക്കാം. പാവം എൻ്റെ പിള്ളേര് എത്ര നേരമായി നോക്കി നിൽക്കുന്നു, പവി ദത്തനെയും ശ്രീദേവിനെയും നോക്കി കുറുമ്പോടെ പറഞ്ഞു. അത് ചെറിയമ്മയ്ക്ക് കേക്ക് തിന്നാനുള്ള കൊതി കൊണ്ട് പറയണതല്ലേ, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല അല്ലേടാ കണ്ണാ? ശ്രീദേവ് പവിയെ നോക്കി നല്ലോണം ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ആ അതെ അതെ, അല്ലെങ്കിലും ഈ ചെറിയമ്മ ഇങ്ങനെ തന്നെയാ. ഇങ്ങനെയുമുണ്ടോ കൊതി? കൊതിച്ചു പാറു. ദത്തനും അവളെ കളിയാക്കാൻ തുടങ്ങി. നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ. അച്ഛനമ്മമാരുടെ മക്കൾ തന്നെ, ഒരു മാറ്റവുമില്ല. എല്ലാവർക്കും കൂടിയിട്ട് കൊട്ടിക്കളിക്കാനുള്ള ഒരു ചെണ്ട തന്നെ ഞാൻ. നീയൊക്കെ നോക്കിക്കോടാ, കേക്ക് മുറിച്ച് കഴിയുമ്പോൾ ഞാൻ ഈ കേക്ക് എടുത്തോണ്ട് ഓടും. നീയൊക്കെ കേക്ക് കിട്ടാതെ ഇവിടെ കിടന്ന് മൂങ്ങും. ആ, കാണിച്ചു തരാം ഞാൻ. പവിയുടെ സംസാരം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എൻ്റെ പവി, നിനക്ക് നാണമില്ലേ ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ തല്ലു പിടിക്കാൻ? അവന്മാർ നിന്നെ ചൂട് പിടിക്കാൻ വല്ലതും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ നിന്ന് താണ്ഡവമാടണോ? പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് ശിവ അവളെ കളിയാക്കി. സാരമില്ല ചെറിയമ്മേ, ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ. വാ, നമുക്ക് കേക്ക് മുറിക്കാം. പറഞ്ഞുകൊണ്ട് ദത്തനും ശ്രീദേവും കൂടി കേക്ക് മുറിച്ചു. അവർ കളിയും ചിരിയും തമാശകളുമായി അന്നത്തെ ദിവസം തറവാട്ടിൽ തന്നെ ചിലവഴിച്ചു. രാവിലെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് സായി ഉറക്കമുണർന്നത്. അവൻ തല ചരിച്ചു മറുവശത്തേക്ക് നോക്കി. ഗംഗ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അവൻ ക്ലോക്കിലേക്ക് നോക്കി. 8 മണി ആകുന്നതേ ഉള്ളൂ. മുഷിച്ചിലൂടെ ഫോൺ അറ്റൻഡ് ചെയ്ത് അവൻ ചെവിയോട് ചേർത്തു. മറുപുറത്തു നിന്ന് കേട്ട വാർത്തയിൽ സായിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ ഞെട്ടലോടെ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു.